വെറും ഒരു 25 രൂപയുടെ ചെലവേ ഉള്ളൂ. ഒരു പിടി അവില്, ഒരു കദളിപ്പഴം, ഒരു ശർക്കര, ഇത്രേ വേണ്ടു ഭഗവാന്. അത് നിങ്ങൾ ചെയ്തു നോക്കൂ. ഹായ്, ഹലോ, രാജി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണതേ ഒരു കുട്ടി അമ്മോട് ചോദിച്ചതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് കേട്ടോ. അവളുടെ ഹസ്ബൻഡിന് എന്നും പണിയുണ്ട്, അമ്മേ ചേട്ടന് എന്നും പണിയുണ്ട്, പക്ഷെ 1 രൂപ വീട്ടിലില്ല, എന്നും അത് കിട്ടിയതിനനുസരിച്ച് ചെലവാണ് എന്ന്. അപ്പൊ ദുഃഖം തന്നെയാണ്. നമുക്ക് സമ്പാദിക്കാൻ 1 ഉറുപ്പ്യല്ല, നമുക്ക് എന്നും പണിയെടുക്കാൻ വയ്യാത്തൊരു കാലം വന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മളെ പൈസയിൽ ഒരു ഒന്നും വേണ്ട 10-ലൊരു ഭാഗമെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പൊ അതില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികളും മക്കളൊക്കെയാണ്, നമുക്ക് കാശിന് ചെലവാണ്. ഇനി കൂടുതൽ കൂടുതൽ നമുക്ക് പ്രാരാബ്ദങ്ങൾ വരികയാണ്. ചെറുപ്പത്തിലത്തേക്കാൾ അധികം നമുക്ക് മക്കൾ ഉണ്ടാകുമ്പോ ഒരു പഠിത്തമായിട്ടും കല്യാണമായിട്ടും പൈസ നല്ല വേണ്ടേ കയ്യില്. അപ്പൊ പൈസ നിക്കണില്ല, അപ്പൊ ബുദ്ധിമുട്ടാന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും മാർഗം നമുക്ക് പറയാൻ. അപ്പൊ അത് പോരാ അവർക്ക് വരുമാനം എന്നുള്ളതാണ് അല്ലെ. ആ വരുമാനം പോരാ, അതാണ്. അപ്പൊ നമ്മളെ കയ്യിൽ പൈസ എന്ത് ചെയ്താലും കയ്യിൽ പൈസ നിക്കാത്തൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതിന് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞു കഥ പറഞ്ഞുതരാം. ഒരു പണ്ട് പണ്ട് കാലത്ത് നടന്നതാണ് കേട്ടോ. ഒരു ബ്രാഹ്മണ കുടുംബാണ്. അപ്പോ ആ തിരുമേനിക്ക് ദിവസേന അമ്പലത്തില് നിവേദ്യം വെക്കും, പൂജകളൊക്കെ ചെയ്യണത് ഒരു തിരുമേനി തന്നെയാണ്. അവരുടെ കുടുംബത്തിനാണ് ഈ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ തിരുമേനി ദിവസേന രാവിലെ പോവും, അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും കഴിയും, അവിടുത്തെ നിവേദ്യ ചോറും കൊണ്ട് വീട്ടിലേക്ക് വരും. അത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും. ചെറിയൊരു പൈസ, അന്ന് ഇന്നത്തെ പോലെ ഒന്നും പൂജിച്ചാലൊന്നും പൈസ ഇല്ല. ആൾക്കാരിടുക കാണിക്ക എന്നൊന്നും അത്രയൊന്നും അമ്പലത്തിലേക്ക് ആൾക്കാർ പൂവില്ല. പൂവ് വെച്ചാൽ തന്നെ എന്തെങ്കിലും 25 പൈസ എന്തെങ്കിലും കാണിക്കിടും. അപ്പൊ അത് അമ്പലത്തിന്റെ ആവശ്യത്തിന് എടുക്കും. തിരുമേനിക്ക് എപ്പോഴെങ്കിലും കിട്ടി ദക്ഷിണ, അത്രയേ ഉള്ളൂ. അപ്പൊ തിരുമേനിക്ക് കുട്ടികളാണെങ്കിൽ 5-6 പേര്. അന്നൊന്നും നമുക്ക് മക്കള് കുറെ ഉണ്ട്, ഇന്നൊക്കെ 2 കുട്ടികളേ ഉള്ളൂ. അന്ന് 5-6 പേരാണ്. അപ്പൊ മൂത്ത പെൺകുട്ടിയൊക്കെ വളർന്നു വരികയാണ്. അപ്പൊ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ തിരുമേനിക്ക് പഠിപ്പിക്കണം എന്ന് നല്ല ആഗ്രഹമാണ്. അപ്പൊ പഠിപ്പിക്കണമെങ്കിൽ തിരുമേനിന്റെ അടുത്ത് കാശില്ല. അപ്പൊ അന്നൊക്കെ ഗുരുകുല വിദ്യാഭ്യാസമാണ്. അപ്പൊ ഗുരുകുല വിദ്യാഭ്യാസം ആണെങ്കിലും പോകുമ്പോഴും ഗുരുനാഥൻ നമ്മൾ എന്തെങ്കിലും കാണിക്കുക, എന്തെങ്കിലും കൊടുക്കാതെ അവിടെ ചെന്ന് വെറുതെ പഠിപ്പിച്ചു തരാൻ പറയാൻ ഒരു നാണക്കേട് തിരുമേനിക്ക്. അങ്ങനെ തിരുമേനി വിഷമിച്ചിട്ട് സങ്കടപ്പെട്ട് രാത്രി കടന്നുറങ്ങാണ്. ഉറങ്ങുന്ന സമയത്ത് തിരുമേനി ഭഗവാനോട്, കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്. വിഷ്ണു ക്ഷേത്രത്തിലാണ് തിരുമേനിക്ക് പൂജയും കാര്യങ്ങളൊക്കെ. അപ്പൊ തിരുമേനി രാത്രി ഭയങ്കര വിഷമത്തില, നിലാവുള്ള രാത്രിയാണ്. തിരുമേനിയുടെ വീടാണെങ്കിലോ പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ മേപ്പെട്ട് നോക്കിയാൽ നന്നായിട്ട് ചന്ദ്രനെ അടക്കം കാണാം തിരുമേനിക്ക്. അപ്പൊ തിരുമേനി സങ്കടപ്പെട്ട് ചന്ദ്രബിംബത്തിനെ നോക്കി അങ്ങനെ കുറേ സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞു. എന്റെ മകള് രാധ വലുതായി വരികയാണ്, അവൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല, താഴെയുള്ള പിള്ളേരൊക്കെ വളർന്നു വരുന്നു, ഞാനിനി എന്ത് ചെയ്യും ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നോക്കി അദ്ദേഹം ഉറങ്ങീനാണ്. അപ്പൊ ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഒരു സ്വപ്നം കാണാണ്. നീ എന്തുകൊണ്ട് എനിക്ക് ഈ വഴിപാട് ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. എന്ത് വഴിപാട് എന്നിങ്ങനെ. അപ്പൊ ഉറക്കത്തിൽ ബ്രാഹ്മണൻ ചോദിക്കണത് അയാൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, പൂജാരിയായി. അപ്പൊ ഇങ്ങനെ ചോദിക്കുക തിരുമേനി. അപ്പൊ പറയുന്നുണ്ട്, നിനക്ക് അറിയില്ലേ, ഞാൻ സുധാമാവിന് എന്റെ എല്ലാ സർവസ്വവും കൊടുത്തവനാണ്. സുധാമാവിന് അദ്ദേഹം എനിക്ക് എന്താ കൊണ്ടുവന്ന് തന്നെന്ന് നിനക്കറിയില്ലേ? വെറും ഒരു പിടി അവിലല്ലേ എനിക്ക് കൊണ്ടുവന്ന് തന്നെ, നിനക്ക് എന്തുകൊണ്ട് എനിക്കത് തന്നുകൂടാ എന്നാണ് ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അദ്ദേഹം ഉറക്കത്തുനിന്ന് ചാടി നീറ്റൂരാ. അപ്പോൾക്ക് നോക്കുമ്പോ പ്രകാശത്തിന് 5 മണി കഴിഞ്ഞ. തിരുമേനിക്ക് അമ്പലത്തിലേക്ക് പോവാറായി. അപ്പൊ തിരുമേനി അന്ന് അമ്പലത്തിൽ പോയി സാധാരണത്തെ പോലെ പൂജകളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. അന്ന് തിരുമേനിക്ക് ചെറുതായിട്ട് കാണിക്കാൻ ആൾക്കാർ ഇട്ടിട്ടുണ്ട് പൈസ ഇതില്. അപ്പൊ അദ്ദേഹം ആ പൈസക്ക് പോയിട്ട് എന്ത് ചെയ്തു, അടുത്തുള്ള കടയിൽ പോയിട്ട് അദ്ദേഹം ഒരു കദളിപ്പഴവും ഒരു 1 കിലോത്തോളം ശർക്കരയും വാങ്ങി പോന്നു. ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ അടുത്ത വീടൊക്കെ കർഷകരുള്ള നാടാണല്ലോ, നല്ല കർഷകരുണ്ട്. അപ്പൊ അടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് നെല്ല് വാങ്ങാൻ പറഞ്ഞു. നമ്മൾ തിരിച്ച് പൈസ ആയിട്ട് കൊടുക്കാമെന്ന് പറയുണ്ടോ എന്നാ പറഞ്ഞത്. അപ്പൊ അടുത്ത വീട്ടിലെ കൃഷിക്കാരൻ, അതിനെന്താ ചോദിച്ചുകൂടെ, എന്ത് വേണമെങ്കിലും തരില്ലേ ഞങ്ങളെന്ന് പറഞ്ഞിട്ട് നെല്ല് ഇഷ്ടം പോലെ കൊടുത്തു അവർക്ക്. അപ്പൊ അന്ന് രാത്രി എന്ത് ചെയ്തോന്നോ, പാവം ഭാഗത്തുള്ള ആളെ നെല്ല് ഇടിച്ച് വറുത്തിടിച്ച് അവിലാക്കി. പിറ്റേ ദിവസം രാവിലെ തിരുമേനി പോകുമ്പോൾ അമ്പലത്തിലേക്ക് ചെയ്ത വഴിപാട് എന്താ കൃഷ്ണനെ. അന്ന് നോക്കുമ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസം, 30 വ്യാഴാണ്. ഒരു കദളിപ്പഴവും ഒരു ശർക്കര ഡച്ചും കുറച്ച് അവിലും കൊണ്ടുപോയിട്ട് ഭഗവാനെ നീതിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. വീട്ടിലെത്തിയപ്പോൾ തന്നെ എന്തൊക്കെയോ വീടിന് തന്നെ സംഭവിച്ചു അത്ര മാറ്റം. ഒരുപാട് ധനികരായി എന്നുള്ളതാണ് നമ്മളുടെ പൂർവ്വകാലത്തുള്ള ഒരു കഥയാണത്. ധനികനായി എന്നാണ് പറയണത് തിരുമേനി. അപ്പോൾ ഇപ്പോഴും നമുക്ക് എന്തുകൊണ്ട് ഈ കലികാലത്തിൽ അത് ചെയ്തുകൂടാ?
അപ്പൊ എല്ലാ 30 വ്യാഴാഴ്ചകളിലും നിങ്ങള് ഭഗവാൻ ഒന്നും കൊടുക്കണ്ട. ഈ ചോദിച്ച കുട്ടിക്കുള്ള ഒരു മറുപടി കേട്ടോ, ഏട്ടൻ പണിക്ക് പോയിട്ടും ബുദ്ധിമുട്ട് തീരുന്നില്ല, 5 പൈസ ഇല്ല അമ്മേ കയ്യില്. പിന്നെ ഒരു കുട്ടീനോട് വീടില്ല അമ്മേ. അങ്ങനെ ഒരുപാട് പേരാണ് കേട്ടോ സങ്കടം. അപ്പൊ ഞാൻ എല്ലാവരും ഓർത്ത് വെച്ച് പേര് എഴുതി വെക്കാത്തത് കാരണം ഓർത്ത് വെച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ചോദിച്ച കുട്ടികൾക്കൊക്കെ അത് മനസ്സിലാവുണ്ടാവും, ഞങ്ങൾ ചോദിച്ചതാണല്ലോ, ഞാൻ ചോദിച്ചാണല്ലോ എന്നുള്ളത്. അപ്പൊ ആ കുട്ടികളൊക്കെ അത് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് സാധിക്കിച്ചാൽ എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ഒന്നും വേണ്ട മക്കളെ, ഒരു പിടി അവില്, ഒരു കദളിപ്പഴം, ഒരു ശർക്കരയുടെ അച്ചും കൂടി നമ്മൾ അമ്പലത്തിലേക്ക് പോവുക. എന്നിട്ട് അവിടുത്തെ തിരുമേനിയോട് പറയുക, ഇത് ഭഗവാന് നേദിച്ചു തരുമോ എനിക്കെന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും നേദിച്ചു തരും. അങ്ങനെ നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും വേണം കേട്ടോ, 30 വെക്കണ്ട, എല്ലാ വ്യാഴാഴ്ചകളും നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പുരോഗതി നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും. അപ്പൊ നമ്മളെ കൃഷ്ണന് ഏറ്റവും ഇഷ്ടം, നിങ്ങൾക്ക് അറിയില്ലേ, നമ്മളെ സുധാമാവ് പറഞ്ഞ കുചേലൻ, അദ്ദേഹം കൃഷ്ണന്റെ അടുത്തേക്ക് പോയത് ഈ അവിലും കൊണ്ടാണ്. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകതയും. അപ്പൊ ഒരു പിടി അവിലെത്ര ഭഗവാൻ കഴിച്ചുള്ളൂ. അപ്പോഴേക്കും നമ്മളെ ദേവി കയ്യിൽ പിടിച്ചു, അയ്യോ എന്താ കാണിക്കണേ ചോദിച്ചിട്ട്. ആ ഒരു പിടി അവില് കഴിക്കുക കാരണം നമ്മളെ സുധാമാവ് പിന്നെ കോടീശ്വരനായി എന്ന് പറഞ്ഞാൽ കുബേരനായി എന്നുള്ളതാണ്. കുചേലൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ആളാ, കുബേരൻ എന്ന് പറഞ്ഞാൽ ധനികനായി എന്നുള്ളതാണല്ലേ പറയുന്നേക്കണത്. അപ്പൊ നമ്മൾക്കും ഈ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുബേരനായി തീരുന്നുള്ളതാണ് ഇതിന്റെ ഐതിഹ്യം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ. ബുദ്ധിമുട്ടുള്ളവരൊക്കെ, പണം എത്ര കിട്ടിയാലും ആരൊക്കെ തികയാത്തത്. പക്ഷെ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായി നമുക്ക് കുറച്ച് സേവിങ്സും കിട്ടും. ഭഗവാൻ തരാതിരിക്കില്ല. ഭഗവാന്റെ അടുത്ത് ഒരുപാട് മുതലില്ലേ മക്കളെ, ഭഗവാൻ നമുക്ക് കുറച്ച് എങ്ങനെയെങ്കിലും തരും. അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ 30 വ്യാഴാഴ്ചകളിലല്ല, എല്ലാ വ്യാഴാഴ്ചകളിലും പോയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ തിരുമേനിയോട് പറഞ്ഞിട്ട്, നമ്മളെ ഒന്നും വേണ്ട മക്കളെ, 25-30 രൂപയുടെ ചെലവേ ഉള്ളൂ. ഒരു പഴം, ഒരു ശർക്കര, ഒരു പിടി അവില് നമ്മൾ മാറ്റി വെച്ചാൽ മതി. ഒരു പാക്കറ്റ് അവില് വാങ്ങി നമ്മൾ മാറ്റി വെച്ചാൽ മതി. അതൊന്ന് കുറേശ്ശെ ഒരു നാഴ്ച അവില് കൊണ്ടുപോയി നമ്മൾ നേതിച്ച് കൊണ്ടുവന്നാൽ മതി. അത് കഴിയുന്നവരെ പിന്നെയും പുതിയൊരു പാക്കറ്റ്. പക്ഷെ അതൊന്നും നമ്മൾ നുള്ളി തിന്നരുത്. തിന്നതിന്റെ ബാക്കി ഭഗവാന് കൊടുക്കുക. കാരണം അത് ഉച്ചിഷ്ടായി. അപ്പൊ അത് ആരും ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മൾ കുളിച്ച് വൃത്തിയായി വീടൊക്കെ വീട്ടിൽ ലക്ഷ്മി ദേവിക്ക് കയറി വരാൻ തക്ക വിധാക്കണം നമ്മളെ വീട്. ആദ്യം ഒരു സ്ത്രീ ചെയ്യേണ്ടത് അത് തന്നെയാണ്. ലക്ഷ്മി ദേവിക്ക് ഏത് സമയത്തും നമ്മളെ വീട്ടിലേക്ക് കയറി വരാം. ലക്ഷ്മി ദേവിക്ക് സുഗന്ധങ്ങളോടാണ് ഇഷ്ടം. അപ്പൊ എന്നും നമ്മൾ കുളിച്ച് വിളക്ക് വെച്ച് ഒരു ചന്ദനത്തിരി കൊളുത്തി വെക്കുക. പിന്നെ നമ്മൾ വീടൊക്കെ അടിച്ച് തെളിക്കുക. ഒന്നുമില്ല, ഉപ്പുവെള്ളം മഞ്ഞളും ലേശം കൂട്ടി തുടച്ചാൽ തന്നെ മതി, ദേവി അവിടെ വസിച്ചോളും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വ്യാഴാഴ്ചകളിൽ ഈ വഴിപാടും കൂടി ചെയ്താൽ നമ്മളെ നാട്ടിലെ ഇത് ചെയ്യുന്ന വീട്ടില് ദാരിദ്ര്യ വിമോചനം തന്നെ ആയിരിക്കും. നിങ്ങളിത് കുറച്ച് കാലം ചെയ്തു നോക്കണം. ഒന്നും ചെയ്ത് നാളേക്ക് തന്നെ ഇപ്പൊ നമുക്ക് സുധാമാവിന് കൊടുത്ത പോലെ തന്നെ ഭഗവാൻ തരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും കാലക്കാലം നമ്മൾ ധനികനായി തീരും. അപ്പൊ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.